ഹായ്, ഞാനിന്നുള്ളത് തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയിൽ വർക്കലക്കടുത്ത് ബെന്നി സാറിൻ്റെ പുതിയ വീട്ടിൽ. ഈ വീട്ടിലേക്ക് ആവശ്യമായ ജനലുകളും ഡോറുകളും എല്ലാം പർച്ചേസ് ചെയ്യുന്നത് ARS നിന്നാണ്. ഈ വീട്ടിൽ മരം എന്ന് പറയുന്ന സംഭവം യൂസ് ചെയ്തിട്ടേ ഇല്ല. പൂർണ്ണമായിട്ട് ARS എന്നുള്ള WPCയുടെ ഡോർസ്, വിൻഡോസ്, കിച്ചൺ ക്യാബിനറ്റ്സ്, TV യൂണിറ്റ്, പ്രെയർ യൂണിറ്റ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഈ വീട്ടിൽ നമുക്ക് ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളും നമുക്ക് പരിചയപ്പെടാം. ഈ വീടിൻ്റെ ഫ്രണ്ട് വശത്ത് തന്നെ ഇതൊരു ഫ്രഞ്ച് വിൻഡോ ഉണ്ട്. 3 കള്ളി വിൻഡോ, 180 വിഡ്ത്ത്, 180 ഹൈറ്റിൽ വരുന്ന 3 കള്ളി വിൻഡോയാണ്. ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രില്ല്, അതായത് ഉപയോഗിച്ചിരിക്കുന്ന അഴികൾ 16 mm പോളിഷ്ഡ് റൗണ്ട് റോഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഫുൾ സോളിഡ് ആയിരിക്കും, ഉള്ളു പൊള്ളയല്ല. അതിലേക്ക് 30 mm കനമുള്ള ഷട്ടറിൽ എച്ചിങ് ഗ്ലാസ് കൊടുത്ത് ഇതേപോലെ ഒരു ഡിസൈൻ കൊടുത്ത് നമ്മൾ ഫിക്സ് ചെയ്തേക്കാണ്. നോർമൽ ആക്സറീസ് തന്നെ യൂസ് ചെയ്ത് എച്ചിങ് ഗ്ലാസ് കൊടുത്ത് നമ്മൾ ഫിക്സ് ചെയ്തേക്കാം. ഇത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 4x2 സെക്ഷൻ തന്നെയാണ്. 4x2 സെക്ഷനിൽ 30 mm ഷട്ടറാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇവിടെ ഒരു ഫ്രഞ്ച് വിൻഡോ ഉണ്ട്. അതേപോലെ ഇവിടെ സിറ്റ് ഔട്ടിലൊരു ഫ്രഞ്ച് വിൻഡോ 2 കള്ളിയുണ്ട്. പിന്നെ ആ സൈഡിലൊരു ഫ്രഞ്ച് വിൻഡോ ഉണ്ട്. പിന്നെ നമ്മൾ തുറന്ന് അകത്തേക്ക് കയറുകയാണെങ്കിൽ ഈ വീടിൻ്റെ മെയിൻ ഡോറാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. മെയിൻ ഡോറാണിത്. മെയിൻ ഡോറ് ഈ തേക്കിൻ്റെ കളറിൽ പെയിൻറ്റ് ചെയ്തെടുത്തേക്കാണ്. ഇത് 9 ഇഞ്ച് വീതി, 2.5 ഇഞ്ച് കനത്തിൽ കൊടുത്തേക്കുന്ന ഫ്രെയിമാണത്. ഇതിന് ബോട്ടം പീസ് കൊടുത്തിട്ടില്ല. ബോട്ടം പീസ് കസ്റ്റമറിന് ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ബോട്ടം പീസ് ഒഴിവാക്കി 9 ഇഞ്ച് വീതി, 2.5 ഇഞ്ച് തിക്നെസ്സിൽ 42 mm ഡോർ തിക്നെസ്. ഡോറിൻ്റെ തിക്നെസ് 42 mm കൊടുത്ത് സൂത്രപ്പട്ടിക ഇതിനകത്ത് കൊടുത്തേക്കുന്ന ഡോറാണിത്. ഇതിൻ്റെ ഡോറിൻ്റെ തിക്നെസ് വരുന്നത് 42 mm തിക്നെസ്സിലാണ് ഡോർ ചെയ്തേക്കുന്നത്. 42 mm തിക്നെസ്സിൽ തേക്കിൻ്റെ കളർ ചെയ്ത് നല്ല മനോഹരമായൊരു ഡോറാണിത്. നമുക്ക് വീട്ടിലെ മറ്റ് ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഇവിടുത്തെ മേഡമുണ്ട്, സനു മേഡത്തിൻ്റെ അടുത്ത് ചോദിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് നോക്കാം. ഇതാണ് മേഡം. ഹലോ മേഡം. ഹായ്. ഹായ്. സാറോടെ ഇല്ല, ബെന്നി സാറിലില്ല ഇവിടെ. എൻ്റെ അഭാവത്തിൽ മേഡമാണ് ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നത്. നമുക്ക് ഞങ്ങൾ ഇവിടുത്തെ എല്ലാ ഡോസും മരം നമ്മൾ വീട്ടിൽ ഒട്ടും യൂസ് ചെയ്തിട്ടില്ല അല്ലേ? എല്ലാം വെച്ചേക്കുന്നത് WPC ആണ് വെച്ചേക്കുന്നത്. WPC മെയിൻ ഡോറ്, ഔട്ടർ ഡോസ്, വിൻഡോസ് എല്ലാം യൂസ് ചെയ്തത് WPC. മേഡം എങ്ങനെ ഇപ്പം നമുക്ക് WPC നമുക്ക് ഇവിടെ കിട്ടാനുണ്ട്, എങ്ങനെ ARSൽ എറണാകുളത്ത് എങ്ങനെ എത്തി? ഇങ്ങനെ തടി എന്തെങ്കിലും വീട്ടിൽ ഉപയോഗിക്കത്തില്ല എന്ന് ഉറപ്പ് വരുത്തി. ഫസ്റ്റ് ഹസ്ബൻഡാണ് ഇങ്ങനെ ഫോണിൽ കൂടെ ഓരോന്നും നോക്കി ഓരോ കോണ്ടാക്ട് ചെയ്ത് വിളിച്ചാണ് അങ്ങനെയാണ് നിങ്ങളിൽ എത്തിപ്പെട്ടത്. ഓക്കെ. പ്രൊഡക്റ്റ് ക്വാളിറ്റി വേറെ എന്തെങ്കിലും ബ്രാൻഡോ കാര്യങ്ങളോ നോക്കിയായിരുന്നോ, അതോ നേരിട്ട് നമ്മൾ തന്നെയാണോ? ഞങ്ങൾ കുറേ സ്ഥലത്ത് വിളിച്ച് അന്വേഷിച്ച് അവസാനമാണ് ഇങ്ങോട്ട് എത്തിപ്പെട്ടത്. നമ്മൾ ആദ്യത്തില് നമുക്കിത് ബ്രിക്ക് ലൈനിന്റെ ടൈമിൽ തന്നെ ഫ്രെയിം വെച്ച് പടുത്ത് പോയി തോന്നുന്നു അല്ലേ? ആദ്യത്തിൽ ഈ വീട്ടിൽ ചെയ്തേക്കുന്നത് നമ്മൾ ആദ്യം തന്നെ ഫ്രെയിംസ് എല്ലാം വെച്ച് പണിത് പോയി. 2 നിലയിലും ഷട്ടേഴ്സും മറ്റു കാര്യങ്ങളും നമ്മൾ പിന്നീടാണ് യൂസ് ചെയ്തത്. പ്രോഡക്റ്റ് വെച്ചിട്ട് മാഡത്തിന്റെ അഭിപ്രായം എന്താ? എന്തെങ്കിലും ക്വാളിറ്റി ഇഷ്യൂസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സർവീസ് ഇതുവരെയും അങ്ങനെ ഒരു പ്രശ്നവും വന്നിട്ടില്ല. മുമ്പ് ഞങ്ങളുടെയൊക്കെ തറവാട്ട് വീട് ബീച്ച് സൈഡിലോട്ടാണ്. അവിടെയൊക്കെ തടി വെച്ച് കെട്ടിയിട്ട് ഭയങ്കരമായിട്ട് ഡാമേജ് ഒക്കെ സംഭവിച്ചു. അതിനുശേഷമാണ് ഞങ്ങളിങ്ങനെ തടി ഞങ്ങൾ വീട് വെക്കുകയാണെങ്കിൽ അത് ഉപയോഗിക്കത്തില്ല എന്ന് പറഞ്ഞത്. ഓക്കെ. നമുക്ക് ഈ പ്രൊഡക്റ്റ് നമുക്ക് ബീച്ച് സൈഡ് ആണെങ്കിലും യാതൊരു ഇഷ്യൂസും വരാനില്ല. അതുപോലെ മാഡം ഡോറും വിൻഡോ ചെയ്ത പോലെ തന്നെ നമ്മൾ ചെയ്തൊരു TV യൂണിറ്റ് നമ്മൾ ചെയ്തു. നമ്മൾ ഫുൾ WPC ഷീറ്റിലാണ് ഇതെല്ലാം ചെയ്തേക്കുന്നത്. ഇതിനെക്കുറിച്ച് എന്താ മാഡത്തിന്റെ അഭിപ്രായം? എല്ലാം ഓക്കെ ആണോ? ചെയ്ത് വർക്കിന്റെ ക്വാളിറ്റി കാര്യങ്ങളെല്ലാം ഓക്കെയാണ്? കുഴപ്പമൊന്നുമില്ല. ഓക്കെ. ഇതാണ് ഇവിടുത്തെ പ്രെയർ യൂണിറ്റ് വരുന്നത്. പ്രെയർ യൂണിറ്റിൽ 17 mm WPC ഷീറ്റിൽ മൈക്ക ലാമിനേറ്റ് ചെയ്തേക്കുന്നതാണ്. ഫുൾ ഫാക്ടറി ഫിനിഷാണ് വർക്ക് ചെയ്തേക്കുന്നത്. എൻ്റെ മൈക്ക ലാമിനേറ്റ്സ് എല്ലാം പ്രസ് ചെയ്ത് എഡ്ജ് ബാൻഡിങ് ഫാക്ടറി ചെയ്ത് വന്നിരിക്കുന്ന പ്രൊഡക്റ്റാണ്. അതിൻ്റെ ഒരു പെർഫെക്ഷൻ ഈ വർക്കിലുണ്ടാവും. അതുപോലെ ഈ വീട്ടിലെ കിച്ചൺ ചെയ്തേക്കുന്നതും WPC ഷീറ്റ് വെച്ച് തന്നെയാണ് ചെയ്തേക്കുന്നത്. WPC ഷീറ്റിൽ മൈക്ക ലാമിനേറ്റ് ചെയ്തേക്കുന്നതാണ്. ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. ബ്ലാക്ക് ഷെയ്ഡ് യൂസ് ചെയ്ത് മൈക്ക ലാമിനേറ്റ് ചെയ്തേക്കുന്നതാണ്. സോഫ്റ്റ് ക്ലോസ് ഇഞ്ചസ് കൊടുത്ത് ചെയ്തേക്കുന്ന വർക്കാണ്. അതിൻ്റെ അപ്പർ പീസും എല്ലാം ചെയ്തേക്കുന്നത് WPC ഷീറ്റ് വെച്ച് തന്നെയാണ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഈ വീട്ടിലെ മുകളിലത്തെ നിലയിലേക്ക് പോകുമ്പോൾ സ്റ്റെയറിൻ്റെ ലാൻഡിങ്ങിൽ ഒരു 3 കള്ളി വിൻഡോ WPC തന്നെ കൊടുത്തിട്ടുണ്ട്. നോർമൽ 4x2 സെക്ഷനും 16 mm റോഡും തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. മുകളിൽ ഒരു ബെഡ്റൂമും ഒരു ബാത്റൂമും ഒരു ഔട്ടർ ഡോറും പിന്നെ പുറമേ ഉള്ളൊരു ഡോറും ഉള്ളത്. ഇതിനകത്തും ഈ പറയുന്ന പോലെ 4x2 സെക്ഷനിൽ വൈറ്റ് കളറിൽ നല്ല അടിപൊളിയായിട്ട് പെയിൻറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അതിലേക്ക് തന്നെ നല്ല ഭംഗിയായിട്ട് ഒരു വൈറ്റ് കളറിൽ പെയിൻറ്റ് ചെയ്ത് ഈ ഗ്രൂവിൻ്റെ അത് ബ്ലാക്ക് കളർ ടച്ച് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്, കാണാൻ തന്നെ നല്ല വൃത്തിയുള്ള ഡോറാണ്. നോർമൽ നമുക്ക് വുഡ് അടയുന്ന സെയിം രീതി സെയിം സൗണ്ടിൽ തന്നെയാണ് നമുക്ക് ഇതിൽ ഫീൽ ചെയ്യുന്നത്.
ശരിക്കും ഒരു വുഡൻ ഫിനിഷ്, അതിൻ്റെ ഒരു ഇത് നമുക്ക് ഫീൽ ചെയ്യും. അതിൻ്റെ ഒരു തിക്നെസ്, ആ സോളിഡ് ആയതുകൊണ്ടുള്ള ആ ഒരു നമുക്ക് ഡോറ് പിടിക്കുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ എല്ലാവരും ചോദിക്കും പോലെ ഈ വീട്ടിൽ ബാത്റൂം ഡോറും എല്ലാവരും ബാത്റൂമിൽ വെക്കാൻ പറ്റുന്നത് ഇപ്പോഴും പലർക്കും സംശയമാണ്. ബാത്റൂമിൽ വെക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് പലരും അത് വിശ്വസിക്കുന്നില്ല. ഇത് 3.2 ഫ്രെയിമിൽ 24 mm കനത്തിന് കൊടുത്തേക്കുന്ന ഡോറാണ്. നല്ല ഭംഗിയായിട്ട് വൈറ്റ് കളറിൽ ക്രോസ് ലൈൻ ഡിസൈൻ കൊടുത്ത് അതിനകത്ത് ബ്ലാക്ക് കളർ ടച്ച് ചെയ്ത് നല്ല ഭംഗിയായിട്ട് ചെയ്തേക്കുന്ന ഒരു ഡോറാണത്. ഇതിനകത്ത് കീ ഇട്ട് തുറക്കാം, ആ രീതിയിൽ നമുക്ക് അടയ്ക്കാം, ആ രീതിയിൽ ചെയ്തേക്കണേ നല്ല ഭംഗിയുള്ള ഒരു ബാത്റൂം ഡോറാണ്. അതുപോലെ ഇത് തന്നെ ഇത് പുറമേക്കുള്ള ഡോറായി വീട്ടിലെ. പുറമേക്കുള്ള ഡോറ് 4.2 ഫ്രെയിമിൽ തന്നെ 4.2 ഫ്രെയിമിൽ 30 mm ഡോറ് നല്ല ക്ലിയർ തേക്കിൻ്റെ ഫിനിഷ് അടിച്ച് നല്ല ഭംഗിയാക്കി വെച്ചേക്കാണ്. നല്ല ഭംഗിയുണ്ട് ഡോറ് കാണാൻ. ഔട്ടർ ഡോറാണ്. ഈ ഡോറിന് ബോട്ടം പീസ് കൊടുത്തിട്ടുണ്ട്, താഴത്തെ പീസ് കൊടുത്തിട്ടുണ്ട്, 4 സൈഡ് പീസ് കൊടുത്ത് 100 സെൻറ്റിമീറ്റർ വിട്ട് കൊടുത്തിട്ടുണ്ട്. 100 210 ഹൈറ്റിലാണ് ഡോറ് കൊടുക്കുന്നത്. ഈ വീട്ടിലെ എല്ലാ ഡോർസും വീതി കൂടുതലാണ്. ബെഡ്റൂം ഡോർസ് സാധാരണ 90 കൊടുക്കാറ്, പക്ഷേ ഈ വീട്ടിലെല്ലാം 100 സെൻറ്റിമീറ്റർ വീതി കൊടുത്താണ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഈ വീട്ടിൽ പുറത്ത് ഓപ്പൺ ടെറസിലായിട്ട് ഒരു സ്പേസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവരെ വീട്ടിലെല്ലാവരും കൂടുമ്പോൾ എല്ലാവർക്കും കൂടി ഇരിക്കാനൊക്കെ ഉള്ള ആ ഒരു റൂമിൻ്റെ ഡോറ് കണ്ടോ, 4.2 തന്നെ 30 mm ഡോറ് നല്ല ഭംഗിയായിട്ട് 2 കളർ ഷെയ്ഡിൽ ഒരു വൈറ്റ് കളറിൽ ക്രോസ് ആയിട്ടുള്ള ഡിസൈനും അതിലേക്ക് ബ്ലാക്ക് ടച്ച് ചെയ്ത് സൈഡിൽ വുഡൻ ഫിനിഷ്, വുഡൻ തേക്കിൻ്റെ കളർ അടിച്ച് അതിൽ നല്ല ഭംഗിയായിട്ട് വരച്ചെടുത്തേക്കുന്ന ഡോറാണത്. ഈ ഡോറ് പുറമേക്കുള്ള ഡോറ് ഇവർ വീട്ടുകാരെല്ലാവരും കൂടുമ്പോൾ കൂടാൻ പറ്റിയത്. ഇതിൻ്റെ ബാക്ക് സൈഡ് കൊടുത്തേക്കുന്ന കളർ ഒറ്റ സിംഗിൾ കളറാണ് കൊടുത്തേക്കണേ. കാണിച്ചു തരാം. ഇതിൻ്റെ ഡോറിൻ്റെ ബാക്ക് വശത്ത് കൊടുത്തേക്കുന്ന കളർ ഒറ്റ സിംഗിൾ കളറിൽ ലോക്ക് കൊടുത്തിട്ടുണ്ട്, ഡോർ സ്റ്റോപ്പർ കൊടുത്തിട്ടുണ്ട്, 2 ടവർ ബോൾട്ടും കൊടുത്തിട്ടുണ്ട്. അത്രയാണ് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഈ വീടിൻ്റെ ലിവിങ്ങിൽ ചെയ്തേക്കുന്ന ഒരു വിൻഡോയാണിത്. വിൻഡോ 4.2 180 ഹൈറ്റിൽ 2 കള്ളി വിൻഡോ 100 വിഡ്ത്തിൽ വരുന്ന വിൻഡോയാണ്. 16 mm റൗണ്ട് റോഡാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഫുൾ സോളിഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ്, ഇതിനുള്ളിൽ പൊള്ളയല്ല. അതുപോലെ നോർമലി നമ്മൾ ഉപയോഗിക്കുന്ന കുറ്റിയും കുളത്തും ഉപയോഗിച്ചിട്ടുണ്ട്. ഇത്രയും ഒറ്റ ഷട്ടറായിട്ടാണ് ചെയ്തേക്കുന്നത്. ഒറ്റ ഷട്ടറിൽ 2 ഗ്ലാസ് ഇട്ട് കൊടുത്തേക്കാണ്. 2 ഗ്ലാസ്സിൽ 3 കുറ്റി കുളത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ. പിന്നെ ഒരു ഗ്രേ ഫിനിഷാണ് ഇതിനകത്ത് ചെയ്തേക്കുന്നത്. നമുക്ക് അതുപോലെ മാഡത്തിൻ്റെ അടുത്ത് ചോദിച്ചു നോക്കാം. നമ്മുടെ വർക്ക് ഇനി ചോദിക്കാൻ നമ്മൾക്ക് വർക്കുകളെല്ലാം ചെയ്തു. ഇനി ആരെങ്കിലും ഒന്ന് വന്ന് മാഡത്തിൻ്റെ അടുത്ത് ചോദിക്കുമോ, അല്ലെങ്കിൽ മാഡം അതിൽ നമ്മുടെ ARSനെ WBC ഗവൺമെൻറ്റായിട്ട് റെക്കമെൻഡ് ചെയ്യുമോ ഇല്ലയോ എന്നൊന്ന് ഇഷ്ടപ്പെട്ടു, സാറ്റിസ്ഫൈഡ് ആണ്. വേറെ മാഡത്തിന് ഡെലിവറി നമ്മുടെ മെറ്റീരിയൽ ഡെലിവറിയും കാര്യങ്ങളും പറഞ്ഞ സമയത്ത് തന്നെ ചെയ്താൽ മതി. അപ്പോൾ മാഡം 100% സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, താങ്ക് യു. ഇങ്ങനൊരു വീഡിയോ ഇവിടെ എടുക്കാൻ അവസരം തന്ന മാഡത്തിനും സാറിനും എല്ലാവർക്കും താങ്ക്സ്. എന്തെങ്കിലും ഹെൽപ്പിൽ ഫ്യൂച്ചറിൽ പ്രൊഡക്റ്റ് സംബന്ധമായിട്ട് എന്തെങ്കിലും സർവീസോ കാര്യങ്ങളോ എന്തെങ്കിലും വേണമെങ്കിൽ ഞങ്ങൾ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.